ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡെലിവറി സ്റ്റോറിന്ന് അങ്ങനെ പറയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏപ്രിൽ 6 തന്നെ, അതായത് വാവ ഇന്നിപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം 1 മന്ത് ആവും കേട്ടോ, ഒരു മാസമായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ പറയാമെന്ന് വിചാരിച്ച്. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ ഈ ഡെലിവറി സ്റ്റോറിക്ക് ഒരുപാട് മെസ്സേജും കമൻറ്റിലൊക്കെ വന്നൊരു കാര്യമാണ്. ഡെലിവറി സ്റ്റോറി മീൻസ് അങ്ങനെയല്ല കേട്ടോ, ഞാൻ കയറിയിട്ടേനും, അതായത് ഇവിടെ ഡെലിവറി കാണാൻ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ വന്ന് ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മ മരിച്ച് ഇപ്പോൾ 10 വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. മൂക്കിലൊരു മുറിയുണ്ടായിരുന്നു, അതുപോലെ തന്നെ എവിടെയും ചെറിയൊരു തലേൻ്റെ എവിടെയും ചെറിയൊരു മുറിയുണ്ടായിരുന്നു. ഇപ്പം മൂക്കത്തത് ഉണങ്ങി, തലേൻ്റെ അത് ഇപ്പം ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടൊരു ചെറിയ പെയിൻ ഉണ്ട്, ഇടയ്ക്കിരിക്കൽ ലെവലൊക്കെ ഉണ്ട്. വലുതായിട്ടൊന്നും പറ്റിയില്ല. വണ്ടിക്കും ചെറിയ ചെറിയ വരക്കാണെങ്കിലും ചെറിയൊരു കുഴപ്പമില്ലാത്ത പൈസേൻ്റെ ഇതൊക്കെ തന്നെ. അതായത് വലിയ തട്ടലൊന്നല്ല, വണ്ടിക്ക് തട്ടിയൊന്നല്ല കേട്ടോ. നമ്മളെ മെയിൻ റോട്ടിൽ ഡിവൈഡർ ഉണ്ടാവില്ല, റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സൈഡിൽ നിന്ന് അടിച്ചു പോയതാണ്. അപ്പം വണ്ടി ഇപ്പം ഒരു 3-4 ദിവസം കൊണ്ട് വണ്ടി കിട്ടും. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ആദർശാട് ഇന്നിപ്പോൾ തിരിച്ച് കോഴിക്കോട് പോകട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് നേരെ വന്നിരുന്നതാണ്. ഈ വീഡിയോ ഒന്നും എന്തായാലും മാറാനില്ല, ഇപ്പോൾ 1 മാസമല്ലേ. അപ്പോൾ ഇന്ന് തന്നെ ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ കഴിഞ്ഞ മാസം ഈ സമയത്തൊക്കെ ഞാൻ ഡെലിവറി റൂമിൻ്റെ ലേബർ റൂമിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഈ സമയത്തൊക്കെ എനിക്കൊരു 8:30 ആകുമ്പോഴേക്കും എൻ്റെ വെള്ളം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ സമയം തൊട്ടേ വേദന സഹിക്കാൻ പറ്റാതെ കിടന്ന് ഉരുണ്ടോണ്ട് നിൽക്കായിരുന്നു. കരച്ചിലെന്ന് വെച്ചാൽ അമ്മാതിരി കരച്ചിലായിരുന്നു. ഇടയ്ക്ക് മാർച്ച് 5-ന് ഞങ്ങള് അഡ്മിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു മറ്റേ വികസനം വരാതെ മറ്റേ സംഭവം ഉള്ളിക്ക് വെച്ചപ്പോൾ തന്നെ എനിക്ക് വേദന, എനിക്ക് ആദർശനൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് നമുക്ക് PV ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ മറ്റേ സംഭവം വെക്കുക. അപ്പോൾ എനിക്ക് വേദനിച്ചിട്ട് ഭ്രാന്ത് വന്നിട്ട് നേരെ ലേബർ റൂമിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ ആദർശനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഭ്രാന്ത് ഞാൻ എനിക്ക് എന്തൊക്കെയും ദേഷ്യം വന്നിട്ട് അങ്ങനെയൊക്കെ ഇതാക്കി. പിന്നെ അന്ന് ഈ സംഭവം എനിക്ക് വെച്ചാൽ വികസനം വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ വേദന അങ്ങനെ കുറേ നേരം അങ്ങനെ സഹിച്ചു തന്നു. പിന്നെ ബ്ലീഡിങ് ആയി, പിന്നെ വീണ്ടും കൊണ്ടുപോയി. എന്നാലും അതായിട്ടുണ്ടായിരുന്നില്ല, വികസനം വരാത്ത കാരണം വീണ്ടും ആ വേദന സഹിച്ചിട്ട് കുറേ നേരം നിന്നു. പിന്നെ പിറ്റേ ദിവസമാച്ചെങ്കിലും അതെ, നമ്മളെൻ്റെ 7:15 അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും വെള്ളം പൊട്ടിച്ച് കളഞ്ഞ്. അവിടെ നിന്ന് തൊട്ടിട്ട് ഞാനിങ്ങനെ ഡോക്ടറോട് ചോദിക്കും പ്രസവിക്കാറായോ. അപ്പോൾ ഇവര് PV ചെയ്യും, കുറേ PV ചെയ്യും കേട്ടോ. അയ്യോ, ഒരു ലിമിറ്റ് ഇല്ലാത്ത PV തന്നെയായിരുന്നു അവിടെ. എന്നിട്ട് PV ചെയ്യുമ്പോൾ എനിക്ക് വികസനം വന്നിട്ടില്ല. അപ്പൊ വേദന എൻ്റെ ഒപ്പമുള്ള ആൾക്കാർക്കൊക്കെ അവരിങ്ങനെ പറയണ്ടാവില്ല, ഇത്ര മീറ്റർ ആയിട്ടുണ്ട്, ഇത്ര ഇതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ നോക്കുമ്പോൾ എനിക്ക് ഒരു മാറ്റമില്ലാതെ ഞാൻ ഇങ്ങനെ എടുക്കണേ. അപ്പോൾ അപ്പുറത്തെ ചേച്ചിയെടുത്ത് ഡോക്ടർ പറയണ്ടായിരുന്നു 11 മണിക്ക് ആകുമ്പോഴേക്കും ഡെലിവറി ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും ഡോക്ടർ എനിക്ക് ആ സമയത്ത് ഉണ്ടാവുമെന്ന്. അപ്പൊ ഡോക്ടർ പറയും ഇല്ല ആയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നെഞ്ചത്ത് കൂടെ അങ്ങനെ എന്താ പറയാ, എങ്ങനെയെങ്കിലും പ്രസവിച്ചാൽ മതി. പ്രസവിക്കില്ല കേട്ടോ, ഞാൻ ഓപ്പറേഷൻ തൂങ്ങി നിൽക്കായിരുന്നു. അവള് ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞോണ്ടൊക്കെ, അതായത് ഇവക്ക് ഓപ്പറേഷൻ മതി അതാകുമ്പോ വേദന ഉണ്ടാവില്ല. വേദനയില്ല, എനിക്ക് വിചാരം എന്താണെന്നറിയോ, ഈ വേദനയൊക്കെ ഞാൻ സഹിച്ചിട്ട് ലാസ്റ്റ് തന്നെ ഓപ്പറേഷൻ ചെയ്യൂ. കാരണം എനിക്ക് പറ്റണില്ല, എനിക്ക് അങ്ങേറ്റ അതിൻ്റെ വലിയ വേദനയുടെ ഒക്കെ ഇഞ്ചക്ഷൻ ഒക്കെ അടിച്ചു. പക്ഷെ അതൊന്നും എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ അന്ന് ഏകദേശം 9-10 ഡെലിവറി ഉണ്ട് തോന്നുന്നുണ്ട് അന്ന്. അത്യാവശ്യം എനിക്ക് ഓർമ്മയില്ല, എന്തായാലും കുഴപ്പമില്ലാത്ത ഡെലിവറി ഉണ്ട്. ആ ഡെലിവറിയിൽ ഏകദേശം ഏറ്റവും ലാസ്റ്റ് പ്രസവിച്ചത് ഇവളാ. അപ്പം നമുക്കൊക്കെ പേടിയാവും. കാരണം ഓരോരുത്തര് കുട്ടികളൊക്കെ അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കുറേ രാവിലെ ഇരിക്കാൻ തുടങ്ങിയതാണ് ഞാനൊക്കെ. അപ്പോൾ ആ ഒരു ഉച്ചയ്ക്കാണ് ഇത് ഡെലിവറി ഉണ്ടായത്. അപ്പം അതിൻ്റെ ഉള്ളിൽ എല്ലാത്തും കഴിഞ്ഞ് ആകെ ടെൻഷനായി പോയി. ഡോക്ടറാണെങ്കിൽ അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ എനിക്കും കയറാൻ പറ്റും എന്നുള്ളത് ഞാൻ ഫസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് തൊട്ടേ ഡോക്ടറിനോട് ചോദിക്കേണ്ടി ആദർശ ഓക്കെ അല്ലേ ഞാൻ ചോദിക്കും, എപ്പോൾ കാണിക്കാൻ പോകുമ്പോഴും ചോദിക്കും. അപ്പോൾ ഞാനും ഫസ്റ്റിലൊക്കെ വേണ്ടതെന്നുള്ളത്, പിന്നെ എനിക്ക് കയറണം എന്നുള്ളൊരു മൈൻഡ് തന്നെ ആയി. കാരണം നമുക്കതൊരു ഡോക്ടർ എന്തോ ഒരു കാര്യം പറഞ്ഞു, എന്തേലും ഇതാണ് ലൈഫിൽ എന്തോ പറഞ്ഞു, ഒരിക്കലും പിന്നെ കിട്ടാത്തൊരു മൊമെന്റോ എന്തൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കണ്ണ് കൂട്ടിയാണ് കയറാച്ച. കാരണം എനിക്ക് ഓൾറെഡി ഇതൊക്കെ സ്റ്റിച്ച് ഇവിടെയൊക്കെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു ആക്സിഡൻ്റ് ആയിട്ട്. അപ്പോൾ കുറേ മുന്നേ അവയ്ക്ക് ഈ ബ്ലഡ് കണ്ടാൽ ചെറുതായിട്ട് ഒരു തലറങ്ങുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എങ്കിലും ഞാൻ ആ സമയത്ത് കയറാൻ തന്നെ വിചാരിച്ച്. ഞാൻ ഏകദേശം ഒരു ടൈമായി ഒരു
40 റേഞ്ച് ഒക്കെ. ഉണ്ണിയുടെ വരാറായി പ്ലസ് എന്നെ വിളിച്ചത്. അതല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അല്ലേ കുട്ടി ഒരു 10-15 മിനിറ്റ് ഒക്കെ മുന്നേ ഏകദേശം, അല്ലല്ല അതിന് മുന്നേ കുറച്ച് നേരം അവിടെ നിന്നുണ്ട് ഞാൻ. എന്താ വെച്ചാല് ഡോക്ടർ ഒരു നേഴ്സ് വന്നിട്ട് നമ്മള് പറയാം ആദർശം എന്നോട് കയറിക്കോളം പറഞ്ഞു. അപ്പൊ ഞാൻ കയറുന്ന സമയത്ത് എന്താ പറയാ എല്ലാ ബെഡും അവിടെ ഉള്ള ലേബർ റൂമിലൊക്കെ ഒക്കെ കാലിയാ. അവിടെ ഒരാളെന്നെ പ്രസവിക്കുള്ളൂ. നമ്മുടെ അവിടെ ഇല്ല, ഞാൻ കിടക്കണ്ടായിരുന്നേ, അപ്പുറത്തെ റൂമുണ്ട്. എന്തായാലും ഞാൻ പോകുന്ന സമയത്ത് വേറെ ലേഡീസോ കാര്യങ്ങളോ അല്ല, അവള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ അവിടെ കയറുമ്പോൾ ഇവളവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇവളെ അടുത്ത് ചെന്ന് അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ അവിടുന്ന് ഡോക്ടറും അതേപോലെ തന്നെ അവിടുത്തെ നഴ്സുമാരൊക്കെ പറയുന്നുണ്ട് ആദർശയെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് എന്ത് സപ്പോർട്ടാണ് ചെയ്യേണ്ടിക്കാറില്ല. പിന്നെ ആകെ എനിക്കറിയുന്നത് നമ്മളെ മറ്റേ വിജയൻ്റെ സിനിമയല്ലേ, നൻപൻ സിനിമകൾ കണ്ടില്ലേ, പുഷ് എന്ന് പറയുന്ന പോലെ. അപ്പം ഞാൻ ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട് ആര്യ പുഷ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവളിതാ കണ്ണൊക്കെ അതൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആര്യ എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് ഓർമ്മ ഉണ്ടോ അറിയില്ല. അതിൽ ഒരു ഡോക്ടറോ നഴ്സോ ആരോ ഒരു മറ്റേ കത്രികേൻ്റെ അറ്റത്ത് പഞ്ഞി വെച്ചിട്ട് ഒരു ചോന്ന സാധനത്തിൽ ബെറ്റാഡിനാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഇതിങ്ങനെ തുടച്ചപ്പോൾ ഞാൻ ചോരയാണോ പറഞ്ഞത് ഇതോടൊക്കെ തുടങ്ങി എന്തൊക്കെയോ ആക്കുന്നുണ്ട്. പിന്നെ അവര് എല്ലാവരും ഭയങ്കര ഇതായി പുഷ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ വയറിലൊന്നുണ്ട്, കുറേ ആൾക്കാർ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, മാക്സിമം ഇവള് സഹകരിച്ച് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും നോക്കി ഒപ്പം നോക്കുകൊണ്ട് ചുട്ടുമണി ഇതാ തല ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഡോക്ടർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത്. എന്നിട്ട് കുത്തനോട് ചടിച്ച് ആ സമയത്തൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എന്തോ ഞാൻ മരവിച്ചിട്ടല്ല, എനിക്ക് നല്ല ഒരു ഇതുണ്ട് ഓർമ്മയുണ്ട്. പക്ഷെ എങ്കിലും അപ്പുറത്തെ നേഴ്സ് ആദർശിന് ഒരു കസേര കൊടുക്കുന്നപ്പോൾ അതൊക്കെ എന്തിനപ്പോൾ കസേര, ഞാൻ പറഞ്ഞിക്ക് വേണ്ട കസേര വേണ്ട ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് നോർമലി ഇപ്പോൾ എന്താ പറയുക ചെറിയൊരു മുറി പറ്റിയാലും ഒക്കെ ഞാൻ ഇപ്പം നമ്മൾ കാണുന്നല്ല ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന, അപ്പോൾ അതൊക്കെ ഭയങ്കര പെയിനും അതന്നെ നോക്കി നിൽക്കല അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറുള്ളൊരു ഇവളെ ഞാൻ ആ ഒരു സമയത്ത് നമ്മൾ കാണുമ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ എല്ലാവർക്കും സ്റ്റിച്ച് ഉണ്ടാവില്ല. അപ്പോൾ ആ സ്റ്റിച്ചൊക്കെ എടുത്ത സമയത്ത് ഇവള് എന്താ പറയുക അത്രയ്ക്കും ഇവളൊരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണ് സഹിക്കും എന്നുള്ളത് ഞാൻ ആ സമയത്താണ് കാണുന്നത്. സംഭവം എന്താ വെച്ചാൽ ലൈവായിട്ട് കാണുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം എന്താ പറയുക അതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു റെസ്പെക്റ്റ് ആദ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിന് ശേഷം ഒന്നും കൂടി അത് ഓളോട് മാത്രമല്ല കേട്ടോ എല്ലാവരോടും എന്താ വെച്ചാൽ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് അത്രയ്ക്കും സഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കൊക്കെ ഈ ചെറിയ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം ഹോസ്പിറ്റലിൽ മറച്ചിട്ടാണ് അറിയോ ഇവിടെ സ്റ്റിച്ച് ഇടാനൊക്കെ ഉണ്ടായപ്പോൾ തരിപ്പിക്കുക അലമ്പാക്കിയിരുന്നു. അപ്പോൾ അത്രയും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇടുമ്പം നമുക്ക് തന്നെ ഒരു ഇതാണ്. ആ സമയത്ത് എനിക്ക് ഇടയ്ക്ക് ബോധം പോവും, ഇടയ്ക്ക് ബോധം വരും. വേദന എന്ന് വെച്ചാൽ നമുക്ക് വേദന ഉണ്ടാവുമല്ലോ. പക്ഷെ ഉണ്ണി വരുന്ന സമയത്തൊന്നും എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രഗ്നന്റ് ആയവരൊക്കെ വീഡിയോ കാണുമല്ലോ. അപ്പോൾ അവര് നമുക്ക് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ചിലവർ ഭയങ്കര പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് എന്നാൽ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു ഇതും. പക്ഷെ ചിലവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് പേടി തോന്നൂലോ. അത് കാരണം മാക്സിമം പേടി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നമുക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മറക്കും. അത് സത്യമാണ്, ഞാൻ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ണി വരണ സമയത്തൊന്നും നമുക്ക് വേദനയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇതിനൊക്കെ മുന്നേ ആ ഉണ്ണി വരണേക്കാളും കുറച്ച് മുന്നേ ഉള്ള ടൈമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. അതും ചിലവർക്ക് അതും ഉണ്ടാവില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ അതനുസരിച്ചിട്ടാവും അതങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാർച്ച് 24, 25 ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്രയും മുന്നേ ആവുമെന്ന് നമ്മളും ഇവിടുത്തെ ഡോക്ടർ സ്കാനിങ്ങിന് പോകുമ്പോൾ നമ്മളോട് പറയൂട്ടാ. പിന്നെ ഡോക്ടർ എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നീട്ടാനൊക്കെ പറ്റും. പിന്നെ എന്താ വെച്ചാൽ കുട്ടിക്ക് ആവശ്യത്തിന് വെയിറ്റ് ആയിട്ടുണ്ട്. വെയിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് വെയിറ്റ് അധികം നീട്ടി വെച്ചാൽ അത് ഭയങ്കര ടാസ്ക് ആവും. എന്താ വെച്ചാൽ പിന്നെ സിസേറിയനൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ഇപ്പോൾ എന്താ വെച്ചാൽ നോർമൽ ഡെലിവറിക്ക്. പക്ഷെ ഡോക്ടർ അത്രയ്ക്ക് നമ്മളെ കൂടെ സഹായിച്ചു നിന്നിട്ട്, അതായത് നമുക്ക് വേണ്ടിയിട്ട് നിന്നിട്ട് ഒരു സിസേറിയൻ മതി പറഞ്ഞാൽ അലമ്പാക്കിയിട്ട് പോലും ഡോക്ടർ നോർമൽ ഡെലിവറി അതായത് അങ്ങനെ ഇതാക്കിയിട്ടല്ല കേട്ടോ. കിട്ടുന്ന ഡോക്ടർക്ക് അറിയാവുന്നതുകൊണ്ട്. അല്ലാണ്ട് ഇപ്പൊ കിട്ടാത്ത കേസാണെങ്കിൽ ഡോക്ടർ അപ്പം തന്നെ ചെയ്യും. ഇത് നമുക്ക് എന്താ പറയാ ദൈവഭാഗ്യം കൊണ്ട്. അപ്പോൾ വേദന എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആ സമയത്ത് പിന്നെ എനിക്ക് ബോധമൊന്നുമില്ല. ആദർശാട് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ചെറിയൊരു മുഖത്തൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ണിനെ കുഴിഞ്ഞ പോകണ്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ പോകണ്ട. അപ്പോൾ എനിക്ക് എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ അതായത് ഇവിടെ സിനിമ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ബോധം പോകരുന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടല്ല ബോധം പോകണൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തത്തെ തട്ടി എണീപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നഴ്സുമാരൊക്കെ ആണെങ്കിലും അത്രയ്ക്കും കോപ്പറേറ്റ് അതായത് അത്രയ്ക്കും ഹെൽപ്പിംഗ് ആയിട്ടോ ഇവിടെ അടുത്ത് തന്നെ. എനിക്ക് ഈ പെയിൻ വരുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരിക. അതിന്
മുന്നേ ഈ ലേബർ റൂമിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ പ്രസവിക്കുക വേറെ സ്ഥലത്ത്, നമ്മളെ കൊണ്ടുപോയി എടുത്ത് വേറെ സ്ഥലത്ത്, അവിടെ നിന്ന് നമ്മൾ പ്രസവിക്കാറായാൽ മാത്രമാണ് നമ്മളെ അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോകുള്ളൂ. ആ സമയത്ത് വെച്ചാൽ എനിക്ക് വേദന വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഇരുന്ന് ഞാൻ ഛർദ്ദിക്കലും പിന്നെ ആകെ കൂടിയിട്ട് വെള്ളം പൊട്ടിച്ച് പോയിട്ട് ആ വെള്ളത്തിൽ അങ്ങനെ ആകെ ഒരു അല്ലമ്പതിക്ക് നമ്മൾ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് നാണോ ഒന്നും തോന്നില്ല കേട്ടോ, കാരണം നമ്മൾ തൊട്ടപ്പുറത്തൊക്കെ അതേ ഇതിലാണ് ചേച്ചിമാർ കിടക്കുന്നുണ്ടാവുക. പിന്നെ നേഴ്സുമാരായാലും ഭയങ്കര ഇതായിരുന്നു. പിന്നെ അമ്മേനെ ചേച്ചീനെ ഒക്കെ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, കാരണം എല്ലാവരെയും പ്രസവം കഴിഞ്ഞാൽ നേരെ മറ്റേ ഞാൻ പറഞ്ഞു വേറെ റൂമിലേക്ക് മാറ്റുന്നു. നമ്മൾ മുന്നേ കിടന്നിടത്ത് അവിടെ ക്ലീൻ ചെയ്തിട്ട് അവിടേക്ക് വേഗം മാറ്റും. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഡെലിവറി ഉണ്ടായിരുന്നത് എൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ കുറേ പ്രസവം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലായപ്പോൾ എന്നെ പ്രസവിച്ചോടത്ത് തന്നെ കിടത്തുക ചെയ്ത് അവിടെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ മാത്രം അവിടെ റൂമിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. എനിക്ക് അച്ഛൻ്റെ തണുവ് കൂടിയിട്ട് തീരെ പറ്റുന്നില്ല. പിന്നെ നഴ്സുമാരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സാധാരണ കോട്ടൻ്റെ ഒരു പുതപ്പ് നമുക്ക് പുതച്ച് തരിക. എനിക്ക് അവർ കൊണ്ടുപോയിട്ട് വലിയ കട്ടിയുള്ള ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ട് പുതപ്പിച്ചിട്ട് ഞാൻ തന്നു. അപ്പോഴേക്ക് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ കുറേ നേരം കിടന്ന് അത് കഴിഞ്ഞിട്ട് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു 1:45 പ്രസവം കഴിഞ്ഞിട്ട് എന്നെ ഒരു 4 മണി 4:15 ആകുമ്പോഴാണ് മറ്റേ നേരത്തെ കിടന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകണേ. ആ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ പ്രസവിച്ചു, ഉണ്ണി ഉണ്ടായി, ഉണ്ണി ഇപ്പം ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയില്ല കേട്ടോ. ഞാൻ അവിടെ പോയി ഇരുന്ന് എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചീൻ്റെ നൂറ പറഞ്ഞ ചേച്ചി, ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഭയങ്കര സംസാരം. ആളെൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ ആളുടെ അടുത്തും നമുക്ക് എന്തോ കിളി പോയി ഞാൻ ഇങ്ങനെയൊന്നും അധികം പെട്ടെന്ന് ഒരാളായിട്ട് വലിയ കമ്പനി അങ്ങനെ ഇതാവാറില്ല. പക്ഷെ പുള്ളിക്കാരിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാനും അങ്ങോട്ടിരുന്ന് ഭയങ്കര സംസാരം. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുക കുട്ടി എവിടെയാണല്ലേ. ഞാൻ കുട്ടീനൊന്നും ചോദിക്കുന്നില്ല, കാരണം കുട്ടി ഉണ്ടായ കാര്യമൊക്കെ ഞാൻ മറന്നേക്കുന്നത്. എന്നിട്ട് ഞാൻ ആളുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പം നേഴ്സ് വന്നിട്ട് കുറേ നേരമായി വന്നിരിക്കുന്നേ. അപ്പം നേഴ്സ് വന്നിട്ട് ചോദിച്ചു, മോളെ കുട്ടീനൊക്കെ മറന്നാ, കുട്ടീനെ കാണണ്ടേ ചോദിച്ചുട്ടാ. അപ്പം ഞാൻ അപ്പോഴാണ് എനിക്ക് അയ്യോ ഉണ്ണി ഉണ്ടായിട്ടില്ല അതെവിടെ. അപ്പോൾ ഉണ്ണിയൊക്കെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ ഇവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിട്ടാ. അപ്പം തന്നെ ഇത് ഞാൻ വിചാരിച്ചു ഇവരുടെ അടുത്തൊന്നും പെട്ടെന്ന് കൊടുക്കില്ല, ലാസ്റ്റ് എന്നെയും കുട്ടീനെ ഒരുമിച്ച് കാണിച്ചു കൊടുക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവനെ പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ അടുത്ത് കൊടുത്ത് അവനെ ഫീഡ് ചെയ്യിപ്പിക്കലൊക്കെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനെ കണ്ടപ്പോഴേക്ക് എന്താ പറയുക, എന്തോ ആ ചേച്ചീൻ്റെ അടുത്ത് നേഴ്സിൻ്റെ അടുത്ത് കൊടുന്ന് തന്നോട്ടാ. കൊടുന്ന് തന്നപ്പോഴാണ് ഞാൻ ഫുള്ളായിട്ട് അവനങ്ങനെ ഫുള്ള് നോക്കുന്നത്. അപ്പോഴേക്കും എന്താ അവൻ്റെ കണ്ണും മൂക്കും ഞാൻ വേഗം അവൻ്റെ ഫസ്റ്റ് നോക്കിയത് അവൻ്റെ വിരലോളാ. കാരണം ഞാൻ കുറേ പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉണ്ണിയോളുടെ, ചിലപ്പോൾ അമ്മമാരുടെ നഖങ്ങളാവും കിട്ടുക, ചിലപ്പോൾ അച്ഛന്മാരുടെ. അപ്പോൾ ഞാൻ വേഗം ചെന്ന് അതിൻ്റെ നോക്കിയത് കയ്യും കാലൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ആദർശേട്ടൻ്റെ വിരലുകള് നഖം കാല് ഒക്കെ അതേപോലെ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാക്കി. എന്താണെന്ന് അറിയില്ല, എൻ്റെനേക്കാളും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടാകും ആദർശേൻ്റെ അമ്മയ്ക്ക് കുറച്ചുകൂടി കൂടുതൽ. ആദർശേൻ്റെ അത്ര ഒരു ഇത് കൂടുതലാണ്, ആദർശേട്ടനെ പോലെ ആവണം അങ്ങനെയൊക്കെ ഒരു ഇത് കൂടുതലാണ്. എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ കുറേ നേരം അവനെ എടുത്തിരുന്നു. കാരണം ഡെലിവറി സമയത്ത് ഞാൻ അവനൊക്കെ ഓർമ്മയില്ല, അവനെ ജസ്റ്റ് പൊക്കി ഉണ്ണിയോട് പോന്നിട്ട് ഡോക്ടർ പൊക്കിയതൊക്കെ ഓർമ്മയുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മയില്ല, ബോധമില്ല. പിന്നെ എൻ്റെ മേത്തൊക്കെ കിടത്തിന്ന് ആദർശനം പറയുമ്പോഴാണ് ഞാൻ അറിയണേ ഉണ്ണിയെ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരു ബോധമില്ലാത്തതിന്. അപ്പം വേഗം തുടച്ചിട്ട് ഇന്ത്യ തന്നിട്ടാ ഞാൻ ഫസ്റ്റ് ബേബി എടുത്ത് ഞാൻ. അതൊക്കെ എനിക്ക് എപ്പോഴും ബേബി ഫസ്റ്റ് അപ്പിട്ടത് എൻ്റെ അപ്പളല്ല പിന്നെ ഇട്ടത് എൻ്റെ അപ്പിട്ട് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എടുത്തപ്പൊക്കെ എനിക്ക് ആ സമയത്ത് ഒരു വേറെ ടൈപ്പ് കളറ് കുട്ടിക്ക് ഒരു എന്താ പറയുക വെള്ളമല്ല ഒരു മഞ്ഞിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ. ഞാൻ നോക്കിയത് ഇപ്പം എന്താ സംഭവം ആകെ പേടിച്ചു പോയി. പക്ഷെ സെറ്റായി. പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക സന്തോഷം ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഞങ്ങളെ കല്യാണം കഴിയുന്നതിന് മുന്നേ അച്ഛൻ മരിച്ചതാണ്. അതിന് എന്താ പറയുക എനിക്ക് അച്ഛനുമായിട്ട് അത്രയ്ക്കും ഒരു ഇതായിരുന്നു. അതായത് ഇപ്പം ഞങ്ങൾ എന്താ പറയുക കുറേ ജീവിക്കാൻ വിട്ടുപോയിട്ട് ഉള്ളൊരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ലോണം ജീവിച്ച് ഞങ്ങൾ തുടങ്ങി വന്ന സമയം, അതായത് അച്ഛന് ഞാൻ നല്ല കമ്പനി നല്ല ക്ലോസ് ആയി കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് നല്ല ചില്ലായി എൻജോയ് ചെയ്തിട്ട് വന്നൊരു സമയമാണ്. ആ സമയത്താണ് അച്ഛൻ ആക്സിഡൻറ്റ് പറ്റിയതും അച്ഛൻ മരിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടായത്. ഇപ്പം വാവുണ്ടായ സമയത്ത് എന്താ പറയുക എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു ഹാപ്പി ആയിട്ടൊരു സാധനം എന്താ വെച്ചാൽ അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ആര്യൻ്റെ വീട്ടിൽ ഇവിടെ അച്ഛനും അമ്മയ്ക്ക് ഏതാ ബി പോസിറ്റീവ് ഓ പോസിറ്റീവ്. ഇവിടെ കോഴിക്കോടാണെങ്കിൽ അച്ഛൻ മാത്രം ബി നെഗറ്റീവ്, ഞാൻ അമ്മ ചേച്ചി എല്ലാവരും ബി പോസിറ്റീവാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞപ്പം ബ്ലഡ് ഗ്രൂപ്പ് ഇവർ ചെക്ക് ചെയ്യലോ. അപ്പോൾ ആ സമയത്ത് ഇവർ നെഗറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും പേടിച്ചു പോയി, കാരണം നെഗറ്റീവ് അതിൻ്റെ പ്രശ്നം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവർ വീണ്ടും ചെക്ക് ചെയ്ത് ബ്ലഡ് ഗ്രൂപ്പ് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവൻ ബി നെഗറ്റീവ്, അതായത്
അച്ഛൻ്റെ അതേ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ ഒരു ഭയങ്കര ഹാപ്പി. എനിക്ക് ഹാപ്പി ഇല്ലേ? പിന്നെ കുറെ പേര് പറയേണ്ട ആദർശേന്റെ മോശയാണ്. ഞങ്ങക്ക് തോന്നുന്നത് കറക്റ്റ് അച്ചാച്ചന്റെ, ഞങ്ങളുടെ അച്ചാച്ചന്റെ ഒക്കെ ഒരു ഫേസ് കട്ടാട്ട ആള്. പക്ഷെ എന്റെ തലയ്ക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് തല ഇറങ്ങിയിട്ടാ നന്നായി. അവനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 7ാം മാസം വിഷ്ണുന്റെ കല്യാണത്തിന് തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വിഷ്ണുന്റെ കല്യാണത്തിന് നമ്മൾ പെട്ടെന്ന് പോന്നു. എനിക്ക് എന്തോ താഴത്തേക്ക് ഇറങ്ങി വരണം. അപ്പൊ തൊട്ടേ എനിക്കുണ്ട് ഒരു താഴത്തേക്കുള്ളൊരു പ്രഷർ. അങ്ങനെ പിന്നെ നമ്മൾ കുറെ നേരം റെസ്റ്റ് എടുത്താൽ അന്നേ അവൻ താഴത്തേക്ക് വന്നിട്ടായിരുന്നു നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഡെലിവറി സമയത്ത് വേദന എടുക്കുമ്പോൾ ഞാൻ അതൊക്കെയായിട്ട് വിചാരിക്കണേ, ഇവൻ ഇത്രയും നേരം കൂടെ ഇറങ്ങി വരാനിട്ടായിരുന്നു. ഇവനെന്നല്ല, കുട്ടിക്ക് ഇത്രയും നേരം ഇറങ്ങി വരാനിട്ടായിരുന്നു. ഇപ്പൊ എന്താ വരാത്ത? അങ്ങനെയൊക്കെ ഞാൻ കുറെ ആലോചിച്ചു. അച്ഛൻ, അത് അച്ഛൻ മീൻസ് കുട്ടീൻ്റെ അച്ഛനല്ല കേട്ടോ, എൻ്റെ അച്ഛൻ. അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചോണ്ട് ഇപ്പോൾ കുട്ടീൻ്റെ അച്ഛനല്ല. അപ്പോൾ എൻ്റെ അച്ഛന് അച്ഛമ്മ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ അച്ഛമ്മ കുറച്ച് മാസം കിടന്നില്ലേ അച്ഛമ്മ ഒന്ന് വീണിട്ട് തുടയിലൊക്കെ പൊട്ടിയിട്ടൊക്കെ ഒന്ന് കിടക്ക്. ഹോസ്പിറ്റലല്ല, വീട്ടിൽ വലിയച്ഛൻ്റെ വീട്ടിൽ വേനു. അപ്പം അങ്ങനെ കുറച്ച് ആയിട്ട് അത്രയും ഒരു അവസ്ഥയിലേനും ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛനും അച്ഛമ്മയ്ക്കൊക്കെ. അപ്പോൾ അച്ഛമ്മയ്ക്കൊക്കെ കാണാൻ നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല. അച്ഛമ്മ ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസം അല്ലേ, 12 ദിവസം 12 എന്താവട്ടെ. അപ്പോൾ അച്ഛനെ കാണിക്കണമെന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് 56 കഴിഞ്ഞൊരു ചെറിയൊരു ഗ്യാപ്പിന് അച്ഛനെ ഒന്ന് കൊണ്ടുപോയിട്ട് കാണിക്കണം. പിന്നെ വയനാട്ടിൽ നിന്ന് അമ്മച്ചനും കണ്ടില്ല, അമ്മച്ചന് വരാൻ പറ്റിയ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാവയ്ക്കൊന്ന് കാണാൻ സെറ്റാക്കട്ടെ അല്ലേ. പിന്നെ ഉണ്ണി നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയാച്ചെങ്കില് ഫുൾ ടോട്ടലി മാറ്റാട്ടെ. നമുക്കിങ്ങനെ ഉണ്ണീനെ ഫീഡ് ചെയ്യിപ്പിക്കലും പിന്നെ നമുക്ക് ഉറക്കൊന്നും നമുക്ക് മുന്നേ എന്നൊക്കെ വെച്ചാൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുലർച്ചയൊക്കെ എന്നിട്ട് ഞാൻ ഫുൾ എഡിറ്റ് ചെയ്തിട്ട് കിടക്കുക ചെയ്യാറ്. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ ഇന്നലെ തന്നെ ഉണ്ണിയുടെ 28ന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി രാത്രി ഞാൻ ഇരുന്നോട്ടാ. ഒരു 4 മിനിറ്റ് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും ഞാൻ പിന്നെ ഫോണൊക്കെ വെച്ച് ഞാൻ ഉറങ്ങിപ്പോയിക്കുന്നത്. ലാസ്റ്റ് അമ്മ ഉണ്ണീനെ പാൽ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ വിളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഫോൺ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. ഞാനിതൊക്കെ വെച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അതുപോലെ അത് കാരണമായിട്ട് കുറച്ച് ഇങ്ങനെ ലാഗാവണേ. ഇപ്പോൾ 28 ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പാപ്പന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചപ്പോഴൊക്കെ 28 ഇങ്ങനെ നടത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 28 നടത്താൻ പറ്റാത്തൊരവസ്ഥ. അച്ഛൻ മരിച്ചുകൊണ്ട് നടത്താൻ പറ്റിയില്ല. പക്ഷേ ആ ജസ്റ്റ് ഒരു ചെറിയ ഇത് നടത്തി. കാരണം എന്താ വെച്ചാൽ എന്താ കെട്ടാൻ പറ്റൂല, ഒഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് എന്താ വയമ്പും പീനാറിയും പിന്നെ കണ്ണും കരി വരച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് ഇനി പിന്നെ ഉഴിഞ്ഞിടാൻ വേണ്ടിട്ട് ഇതായിരുന്നു. ഇവിടെ ഒക്കെ അങ്ങനെ കേട്ടാ. അവന് ഇപ്പൊ നമുക്ക് ആദർശന്റെ പനിയുള്ള സമയത്ത് നമുക്ക് ചരട് കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവനാച്ചെങ്ങ ഇടയ്ക്ക് ഒരു ചെറിയൊരു വാശി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഉഴിഞ്ഞിടാൻ ഇതുവരെ അവന് ഉഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും 28 നമ്മൾ ജസ്റ്റ് കരി വരച്ചിട്ട് ഉഴിഞ്ഞിടാന്നുള്ളൊരു ഇതില് അവന് ജസ്റ്റ് ഒന്ന് കണ്ണും വിരിയൊക്കെ എഴുതി കൊടുത്തു. അത്ര ഇട്ട ചടങ്ങ്. കരിവള പോലും നമുക്ക് ഇടാൻ പറ്റില്ല. കാരണം നമ്മള് 56 ചരട് കെട്ടുമ്പോൾ കരിവേലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇതാക്കുക. നമ്മൾ കുറെ പേരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇതാക്കാൻ പറ്റും, നമുക്ക് ഉണ്ണിയെ ഞാൻ ഒഴിഞ്ഞിടാതിരിക്കാൻ ഇതായില്ല. അവന് ഇടയ്ക്ക് ഭയങ്കര വാശിയാകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായി. അങ്ങനെ 56 എന്തായാലും കുഴപ്പമില്ലാത്ത രീതിക്ക് നടത്തണമെന്നുണ്ട്. നമ്മൾ അന്ന് പോയിട്ട് ഗോൾഡും ഡ്രസ്സും എല്ലാം പോയിട്ട് സെറ്റ്. പക്ഷെ നമ്മൾ ആരും ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അച്ഛമ്മേനൊക്കെ വിളിക്കുമ്പോൾ അച്ഛമ്മ ഉണ്ണീനെ കണ്ടിട്ടുണ്ട്, ഉണ്ണിയോട് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ അമ്മയടുത്തൊക്കെ സംസാരിച്ചപ്പോൾ നോർമലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഇതുണ്ടാവും നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദർശായിട്ട് ഇവിടെ നിന്ന് പോണ വരെ, അച്ഛമ്മ മരിച്ചിട്ട് അങ്ങോട്ട് പോണ വരേക്ക് ഉണ്ണിയുടെ കാര്യം ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല കേട്ടോ. അമ്മയുണ്ടാവും, പിന്നെ ആദർശാനും രണ്ടുപേരും കൂടിയിട്ടാണ് എല്ലാതും. കാരണം ആദർശാനെല്ലാം ചെയ്യാൻ ഇപ്പോൾ ഒരു എന്താ പറയുക, ഉണ്ണിക്ക് ഫീഡ് ചെയ്യിപ്പിക്കാനാച്ചെങ്കിലും പിന്നെ അതുപോലെ തന്നെ അവന്റെ ഡൈപ്പർ മാറ്റാനും അപ്പിട്ടുണ്ടെങ്കിൽ തുണി മാറ്റാനും ഒക്കെ ആദർശാനാണ് ഓടിച്ചെന്നിട്ട് എല്ലാം ചെയ്യാം. എനിക്കിങ്ങനെ കെട്ടിക്കൊടുക്ക പോലും ഞാൻ ചെയ്തിട്ടില്ല. സോറി കേട്ടോ. അത് ഫസ്റ്റ് നമ്മൾ അവന് NICUവിൽ നമ്മൾ അങ്ങനെ ഗോകർണത്തിൽ കൊടുത്തിട്ട് അവന് ഫസ്റ്റ് ഇത് പാൽ കുടിക്കാൻ വേണ്ടി കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആദർശേട്ടൻ തന്നെയാണ് മറ്റേ ഗോകർണത്തിൽ കൊടുത്തായിരുന്നത്. അതൊന്നും എനിക്കൊന്നും അറിയേണ്ട ആവശ്യം വന്നിരുന്നില്ല. പിന്നെ ആദർശേട്ടൻ അങ്ങോട്ട് പോയപ്പോഴാണ് പിന്നെ അവന്റെ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്തു തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തായിട്ട് കിടക്കുക, നടുക്ക് കിടന്നിട്ട് ആള് സുഖമായിട്ട് ഉറങ്ങും. കുറെ നാൾക്കൊക്കെ എൻ്റെ അടുത്ത് കിടക്കാൻ പേടിയായിരുന്നു. കാരണം കൈയും കാലും കൊടുത്തിടുവോ അങ്ങനത്തെ നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ സെറ്റായി. ഇപ്പൊ എൻ്റെ അടുത്ത് അങ്ങനെ ചുരുണ്ട് കൂട്ടി അങ്ങനെ കിടക്കും. കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രാത്രി അങ്ങനെ സുഖമായിട്ട് കിടക്കും. അപ്പൊ അവനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. നീ എന്തായാലും 56 നന്നായിട്ട് നടത്തണം.
അപ്പൊ നമ്മുടെ ഇനി വലിച്ചു നീട്ടി വലിയ ഓവറാക്കണം. ഞങ്ങൾ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പോയാൽ ഇനി ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കോഴിക്കോടേക്ക് ഉണ്ടാവുക എന്തായാലും. അച്ഛമ്മേന്റെ 16 മറ്റേ എവിടെ ഏത് അമ്പലത്തിലാ, തിരുനാവായ കൊണ്ടുപോയി ഒഴുക്കുക, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, ബലിയിട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പത്തേക്കും കാറ് ഏകദേശം പണി കഴിഞ്ഞിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.